സംസ്ഥാന സർക്കാരിൻ്റെ ക്യാൻസർ കെയർ പരിപാടിയുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം ക്യാമ്പയിനിൽ ജനമൈത്രി പോലീസും പങ്കാളികളായി. പരിപാടിയുടെ ഭാഗമായി ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സ്ത്രീകളിലെ അർബുദ പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ എം പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ കെ ജയൻ അധ്യക്ഷത വഹിച്ചു. വി മുഹമ്മദ് ഷെരീഫ്, കവിത എന്നിവർ ക്ലാസ് എടുത്തു. സിവിൽ പോലീസ് ഓഫീസർ പി അനീഷ്, വെറ്റിനറി സർജൻ ഡോക്ടർ ജിബിൻ ചെറിയാൻ, കൃഷി ഓഫീസർ പി അഞ്ജു എന്നിവർ സംസാരിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ, കൃഷി ഓഫീസ്, മൃഗാശുപത്രി എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരിശോധനയിൽ പങ്കെടുത്തു. ട്രെയിനിങ് കാലയളവിൽ നന്നായി വ്യായാമമൊക്കെ ചെയ്ത് അധ്വാനിച്ച ആളുകൾ ആ കാലയളവ് കഴിഞ്ഞ് ഡ്യൂട്ടിയിലെത്തിക്കഴിഞ്ഞ് മെല്ലെ ആ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുടെ ഫലമായിട്ട് ശരിക്കും നോക്കിയാൽ ഒരുപാട് കൃത്യമായി പരിശോധന നടത്തുന്ന ആളുകളിന് വളരെ കുറവാണ്. പരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം, അതുപോലെ പ്രമേഹം, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ട്രോക്ക് പോലുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് വിശേഷിച്ച പോലീസ് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 50% കൂടുതൽ ആളുകളും കൃത്യമായ ദിനചര്യയില്ലാത്ത ആളുകളാണ്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള ഓട്ടം, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് രാവിലെ മുതൽ ഓടി രാത്രി വരെ. രാത്രിയും റെസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മറ്റു പൊതുജനങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ രാത്രി റെസ്റ്റ് എന്ന് വിചാരിക്കുമെങ്കിലും പ്രത്യേകിച്ച് പോലീസ്, ആരോഗ്യവകുപ്പിൽ, പിന്നെ കൃഷി വകുപ്പിൽ, വെറ്റിനറിയൊക്കെ ആണെങ്കിലും പാതിരാത്രി പോലും നമ്മൾ ഡ്യൂട്ടിയിലാണ്. ആ സമയത്ത് നമ്മളെ ശരീരം മാത്രമല്ല ക്ഷീണിക്കുന്നത്, നമ്മളെ മനസ്സ് ക്ഷീണിക്കുന്നുണ്ട്. എല്ലാവരും കാണുന്ന ഒരു അധ്വാനം, പൊതുജനങ്ങൾ കാണുന്ന ഒരു അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷക തൊഴിലാളി പണിയെടുക്കുന്ന എല്ലാവരും കാണും, നല്ലോണം അധ്വാനിക്കുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ മെൻ്റൽ സ്ട്രെസ്സുള്ള ഒരാളുടെ എനർജി വേസ്റ്റായി പോകുന്നതാണ് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന ഒരിക്കലും ശ്രദ്ധിക്കാത്ത നമ്മളെന്നൊരു സംവിധാനം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട്, കുടുംബത്തിനാണെങ്കിലും കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് നമ്മളൊരിക്കലും ഒരു 20 വയസ്സ് കഴിഞ്ഞ ഒരാൾ, 25 വയസ്സ് കഴിഞ്ഞ ഒരാൾ പിന്നെ നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സ് 55 വയസ്സ് റിട്ടയർ ചെയ്ത സമയത്താണ്.